പ്രാക്ടിക്കൽ ലാബ് എക്സാമുകൾക്കിടയിൽ അത്യാവശ്യം ടെൻഷൻ അടിച്ചിട്ടും പേടിച്ചിട്ടൊക്കെ നിൽക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരു ഹാപ്പി ന്യൂസുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ മക്കൾക്കും ഇതൊരു കിഡിലൻ വീഡിയോ, ഒരു കിഡിലൻ ഗിഫ്റ്റ് ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും സന്തോഷം എൻ്റെ മുഖത്തുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എൻ്റെ ടീമിൻ്റെയും ഡിസൈൻ ടീമിൻ്റെയും ഒക്കെ ഒരുപാട് എഫേർട്ടിൻ്റെ റിസൾട്ടും കൂടിയാണ് ഈ തരാൻ പോകുന്ന ഗിഫ്റ്റ് കേട്ടോ. അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ പറയാം. കെമിസ്ട്രി ലാബിൻ്റെ കേസിൽ സത്യത്തിൽ വില്ലൻ ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും സാൾട്ട് അനാലിസിസ് ആണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും കൂടി പറയാണ്. കാരണം സാൾട്ട് അനാലിസിസിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ടൈട്രേഷൻ പോലെ നമുക്ക് ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരുപാട് സാൾട്ടുകളുണ്ട്. ആ സാൾട്ടുകൾക്ക് തന്നെ ഡിഫറെൻറ്റ് എന്തുണ്ട്, ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റുകളാണ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൺഫർമേഷൻ ടെസ്റ്റുകളാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ ഒബ്സർവേഷൻസ് ഒക്കെ ഡിഫറെൻറ്റാണ്. പലപ്പോഴും എൻ്റെ ഓർമ്മയിലൊക്കെ ലാബിൽ കയറ്റുന്നതിന് മുമ്പ് ടീച്ചേഴ്സ് വരി നിർത്തിയിട്ട് ഇതൊക്കെ ചോദിച്ച് നമ്മളൊരു 4-5 ടെസ്റ്റുകൾ ചോദിച്ചിട്ടാണ് എന്ത് അകത്ത് കയറ്റാറ്. അതെന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ലാബിൻ്റെ അകത്ത് പോയ ടൈട്രേഷൻ ഒക്കെ നമുക്ക് എങ്ങനെയെങ്കിലും കിട്ടിക്കാം. എന്നാൽ സാൾട്ടിൻ്റെ കേസിൽ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഏതെങ്കിലും ഒരു ടെസ്റ്റൊക്കെ ചെയ്ത് നമ്മളത് വിചാരിച്ച് ചെന്നുമ്പോൾ അവരോട് ഇതല്ല എന്ന് പറയും. അപ്പോൾ അതൊക്കെ മാർക്ക് നഷ്ടപ്പെടും. എളുപ്പത്തിൽ കിട്ടുന്ന മാർക്ക് എന്ത് ചെയ്യും, നഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ ഇനി മുതൽ കേരളത്തിലെ ഒരു +2 കുട്ടികൾ എന്ത് ചെയ്യരുത്, കെമിസ്ട്രി ലാബ് എക്സാമിൽ സാൾട്ടിൻ്റെ മാർക്ക് നഷ്ടപ്പെടില്ല. അത് ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്. അതിനുള്ള ഒരു കിഡിലൻ ഗിഫ്റ്റും കൂടിയാണ് ഞങ്ങൾ തരുന്നത്. സോ ഞങ്ങളുടെ മൈക്രോബിറ്റ് സീരീസിലേക്ക് ഞങ്ങൾ പുതിയൊരു അംഗത്തെ കൂടി എന്ത് ചെയ്യാണ്, ഇൻക്ലൂഡ് ചെയ്യാണ്. +2 പ്രാക്ടിക്കൽസിൻ്റെ സാൾട്ട് അനാലിസിസിൻ്റെ മൈക്രോബിറ്റ് ഞങ്ങൾ ഇതോടുകൂടി റിലീസ് ചെയ്യാണ്. എന്താ സാധനം എന്നല്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന അതിനും കൂടിയല്ലേ. ഇതാ നോക്കിക്കോ, നിങ്ങൾ നോക്കി, ഇത്രയും മനോഹരമായിട്ട് ഏറ്റവും കുറഞ്ഞ വേർഡിൽ കണ്ടോ, 4 പേജിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റയർ സാൾട്ട് അനാലിസിസ് വെച്ചിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കാറ്റയോൺസിൻ്റെ കേസിലാണെങ്കിൽ സ്റ്റെപ്പ് എന്താ, ഫോർ എക്സാമ്പിൾ ഡൈല്യൂട്ട് HCl ആഡ് ചെയ്യുമ്പോൾ ബബിൾസ് ഫോം ചെയ്യുകയാണെങ്കിൽ അത് കാർബണേറ്റ് എന്താണ്, ആനയോൺ ആണെന്നുള്ളതുണ്ട്. ഇനി അത് ബബിൾസ് ഫോം ചെയ്യുന്നത് പ്രത്യേകം ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ടെസ്റ്റ് ട്യൂബിൽ അവർ ബബിൾസ് ഫോം ചെയ്യുന്നൊക്കെ വെറുതെ ഒരു ഇമേജ് വെച്ചിട്ടുണ്ട്. ചെറിയൊരു ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കട്ടെ. നിങ്ങൾ റീകോൾ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഓർമ്മയിലുണ്ടാവും. അല്ലെങ്കിൽ വേറെ ഡൈല്യൂട്ട് H2SO4 ആയിട്ട് റബ്ബ് ചെയ്യുന്ന സമയത്ത് ഒരു വിനേഗറിൻ്റെ സ്മെല്ല് വരുന്ന സമയത്ത് ഒരു മൂക്ക് ഒരു മണൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് അസറ്റേറ്റ് ആണെന്നുള്ള ഐഡന്റിഫിക്കേഷൻ ഒക്കെ ഇല്ലേ. ഇതേപോലെ എല്ലാം ഉണ്ട്, കംപ്ലീറ്റ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ വൈറ്റ് ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത അലൂമിനിയത്തിൻ്റെ ഏതാണ് ഞാൻ മറന്നു കേട്ടോ, ഇതിൻ്റെ ഗ്രൂപ്പ് ടെസ്റ്റിൽ പെട്ടാന്നൊക്കെ അവിടെ കൃത്യമായിട്ടുണ്ട്. അപ്പോൾ ഈ ഫയൽ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ തരാൻ പോവാണ്. എജുപോണിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നു വേണം കേട്ടോ. എജുപോർട്ട് എപ്പോഴും കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. എജുപോർട്ട് ബാച്ചുകളൊക്കെ ഉണ്ട്. എന്നാൽ ഇതുപോലുള്ള മെറ്റീരിയൽസിൽ ഞങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു മടിയും കാണിക്കാറില്ല. കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും ഞങ്ങളിത് ഫ്രീ ആയി തരിക കേട്ടോ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു നന്ദി സൂചകമായിട്ട് നിങ്ങൾ ഇപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ തന്നെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ എങ്ങനെ ഇത് കിട്ടുമെന്ന് പറഞ്ഞുതരാം. ഈ ഫയലുകളൊക്കെ മാക്സിമം എല്ലാവർക്കും കിട്ടാനായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങളൊരു +2 വേണ്ടിയിട്ട് ഫ്രീ ആയിട്ടൊരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. സ്റ്റഡി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വാട്സപ്പിലെ ചാനലാണ്, ഗ്രൂപ്പുകളൊന്നല്ല. വാട്സപ്പിൽ ഒരു സ്റ്റഡി ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓൾറെഡി ഇപ്പോൾ 5000 മെമ്പേഴ്സ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ഡെയിലി കണ്ടൻസ് ഇടാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഫിസിക്സിൻ്റെ ഓംസ് ലോയുടെ എക്സ്പെരിമെൻ്റ് ഒക്കെ അവർ വന്നിട്ടുണ്ട്. അതിൽ 5ൽ 2 ഡിഫിക്കൽറ്റി ഉള്ളു. അതിൻ്റെ എയിം ഒരു 2 ലൈനിലുണ്ട്, തിയറി 2 ലൈനിലുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് ഞങ്ങൾ ഈ ചാനലിലായിട്ട് ഞങ്ങൾ റിലീസ് ചെയ്യുന്നത്. സോ വേഗം ജോയിൻ ചെയ്തോ. താഴെ എന്തുണ്ട്, താഴെ നമ്മുടെ പിൻഡ് മെസ്സേജിൽ ഈ ചാനലിലെ ലിങ്ക് ഉണ്ട് കേട്ടോ. വേഗം പോയി ജോയിൻ ചെയ്തോ. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ആൻഡ് കിട്ടിയ പാട് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാവർക്കും കിട്ടട്ടാ. നിങ്ങൾ മാത്രം ഇതെന്താ ഇങ്ങനെ സേഫ് ഗാർഡ് ചെയ്തിട്ട് എന്താ, കേരളത്തിൽ എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയില്ല എജുപോർട്ട് ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. മടി കാണിക്കേണ്ട, മാക്സിമം പേർക്ക് ഷെയർ ചെയ്യാം. ആൻഡ് ഒറ്റ കാര്യം കൂടി, ഇതിൻ്റെ പേര് ഞങ്ങൾ മൈക്രോബിറ്റ് ഇട്ട് എന്തിനാ, നിങ്ങൾക്ക് ശ്രദ്ധ കിട്ടാൻ വേണ്ടി. കാരണം കുട്ടികളുടെ അത്യാവശ്യം ഫേമസ് ആണ് എന്ത്, ഈ മൈക്രോബിറ്റ് എന്നാണ് വാക്ക്. ആ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത്. നിങ്ങൾക്ക് പഠിച്ചവർക്ക് റിവൈസ് ചെയ്യാനും പഠിക്കാത്തവർക്ക് പഠിക്കാനും ഓർത്ത് വെക്കാനും എളുപ്പത്തിന് വേണ്ടി മാത്രമാണ്. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ സാധനം അതേപോലെ പ്രിൻ്റ് എടുത്തിട്ട് എജുപോർട്ടിൻ്റെ ലോഗോട് കൂടി കൈയിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ഷാളിൻ്റെ ഇടയിലൊക്കെ തിരികെ ലാബ് എക്സാമിൽ കൊണ്ടുപോകാനുള്ള സാധനമല്ല ഇത്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അത് ഞങ്ങൾ ഒരിക്കലും പ്രൊമോട്ടും ചെയ്യുന്നില്ല. സോ നല്ല കാര്യങ്ങൾക്ക് മാത്രം ഇത് ഉപയോഗിക്കുക. കേരളം പഠിക്കട്ടെ, ഇവിടെ എഴുതി വെച്ച പോലെ കേരളം പഠിക്കട്ടെ. എല്ലാവരും അതൊന്ന് കമൻറ്റ് ചെയ്യണേ, കേരളം പഠിക്കട്ടെ എന്ന്. സോ മാക്സിമം ഷെയർ ചെയ്യുക, വേഗം പോയി ഡൗൺലോഡ് ചെയ്തോളൂ.